മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോൾ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോൾ പ്രവാചകന് വല്ലാത്ത സന്തോഷത്തിലാണ്. ചിരിക്കുന്ന മുഖത്തോടെ നല്ല ഹാപ്പിയായിട്ട്. ചില സമയം ഭർത്താവ് വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഭാര്യക്കറിയൊക്കെ നല്ല ഹാപ്പിയില്ല. എന്ത് കാര്യം ചോദിച്ചാലും ഇന്ന് നടക്കും എന്തെങ്കിലും. അപ്പം നമ്മുടെ ഭാര്യമാർ അങ്ങനെയുള്ള സമയങ്ങൾ നോക്കിയിട്ടാണ് പല കാര്യങ്ങളും നമ്മളോട് പറയാറുള്ളത്. ഭാര്യ ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വാപ്പാടെ അടുത്ത് വന്ന് വാപ്പ തലയൊക്കെ വന്ന് മസാജ് ചെയ്ത് തരും, കയ്യും കാലൊക്കെ വന്ന് നെക്കിത്തരും. വാപ്പയ്ക്ക് ചായ വേണോ കാപ്പി വേണോ, വല്ലാത്ത സ്നേഹം. ഇത് കാണുമ്പോൾ തന്നെ വാപ്പയ്ക്ക് അറിയാം ഇവക്ക് എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയാ. അതങ്ങനെയാണ്, പെണ്ണുങ്ങൾ അങ്ങനെ. അപ്പൊ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ വല്ലാത്ത സന്തോഷത്തിലാണ്. വീടിന്റെ അകത്തേക്ക് കടന്നു വന്ന പ്രവാചകനെ കണ്ടപ്പോൾ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ قالت لما رأيت رسول الله صلى الله عليه وسلم طيب لنفسي فقال يا رسول الله ادع الله لي. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മുത്തുനബി തന്റെ സന്തോഷത്തോടെ തന്റെ വീടിന്റെ അകത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ആയിഷ ബീബിക്ക് മനസ്സിലായി പ്രവാചകൻ ഇന്ന് വല്ലാത്ത സന്തോഷത്തിലാണ്. ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ നബിയേ? ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, റസൂലുള്ളയോടാണ് പറയുന്നത്, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ടല്ലോ ആയിഷ, അതുപോലെ നബിയേ എനിക്ക് വേണ്ടി അങ്ങ് പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം. ആയിഷ ബീബി പറഞ്ഞു, പോരാ, ഇപ്പൊ തന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രത്യേകമായിട്ട് ദുആ ചെയ്യണേ എന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് പറയുമ്പോൾ റസൂലുള്ള പറയുകയാ, തന്റെ ഭാര്യയുടെ ആഗ്രഹമാണല്ലോ, അതാ വയസ്സ് കുറഞ്ഞവളാണല്ലോ, പടച്ചവനെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ഞാൻ ദുആ ചെയ്യാം. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഇരുകരങ്ങൾ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിയിട്ട് അവിടെന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഇരുകരങ്ങളും പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, എന്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. എന്റെ പാപപ്പെട്ടവളായ ഭാര്യ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ, ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും, എന്റെ ഭാര്യ ആയിഷയുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ തമ്പുരാന്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷവാ. റസൂലുള്ളാഹി തങ്ങളുടെ മടിത്തട്ടിൽ കിടക്കുകയാണ്. പ്രവാചകന്റെ മടിയിൽ തല വെച്ചിട്ടാണ് ആയിഷ ബീബി കിടക്കുന്നത്. തന്റെ ഭാര്യ മടിയിൽ കിടത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്തപ്പോ ആയിഷ ബീവിക്ക് വല്ലാത്ത സന്തോഷമായി. റസൂലുള്ള നോക്കുമ്പോ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്നിരുന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചിരിച്ച് 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 താഴെ വീഴുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്ന ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചിരിച്ച് ചിരിച്ച് താഴെ വീഴുകയാ. അല്ലാഹുവേ, എത്ര ചിരിച്ചിട്ടുണ്ടാകും ആയിഷ? പ്രവാചകൻ അവിടുന്ന് ചോദിച്ചു, ആയിഷ, എന്ത് പറ്റി നീ വല്ലാത്ത സന്തോഷത്തിലാണല്ലോ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഫളഹികത് ആയിഷ ഹത്താ, അവിടുന്ന് റസൂലുള്ള പറയുകയാണ്, ഹത്താ സഖത റഅസുഹാ ഫീ ഹിജ്രിഹാ. ആയിഷ ബീബി ചിരിച്ച് ചിരിച്ച് തല താഴെ വീടുന്ന അവസ്ഥയിൽ കിടന്ന് സന്തോഷിക്കുമ്പോ റസൂലുള്ള ചോദിക്കുന്നു, ആയിഷ, നിനക്ക് എത്ര സന്തോഷമെന്ത്? മുത്തുനബിയേ,
എങ്ങനെ സന്തോഷിക്കാതിരിക്കും നബിയേ? ഈ ആയിഷയ്ക്ക് ഇതിനെക്കാളും എന്തേ വേണ്ടത്? അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്തല്ലോ. എന്റെ പാപം പൊറുക്കാൻ, ഞാൻ അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും എന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കുന്നതിന് വേണ്ടി പടച്ച റബ്ബിനോട് ദുആ ചെയ്തല്ലോ. അങ്ങ് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. ആ സന്തോഷം കൊണ്ടാണ് ഞാൻ കടന്ന് ചിരിക്കുന്നതെന്ന് ലോകത്തിന്റെ നേതാവിനോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ റസൂലുള്ളാഹി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ലോകത്തിന്റെ നേതാവ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ആയിഷ, ഞാൻ നിനക്ക് ദുആ ചെയ്തത് കേട്ടിട്ടാണോ നീ സന്തോഷിക്കുന്നത്? ഞാൻ നിനക്ക് ദുആ ചെയ്തത് കേട്ടിട്ടാണോ നീ സന്തോഷിക്കുന്നത്? എങ്കിൽ ആയിഷ, നിനക്ക് മാത്രമല്ല ഞാൻ ദുആ ചെയ്യുന്നത്, നിനക്ക് മാത്രമല്ല ഞാൻ ദുആ ചെയ്യുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഫവല്ലാഹി ഇന്നഹാ ലദഅഉതി ലിഉമ്മതി ഫീ കുല്ലി സ്വലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുന്നു, ആയിഷ, ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന മുസ്ലിമീങ്ങളുണ്ടല്ലോ, ഈ പായിപ്പാട് പള്ളിക്കകത്ത് 2020 നിങ്ങളോട് നമുക്ക് വേണ്ടി 1400 വർഷങ്ങൾക്ക് മുമ്പ് 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ദുആ ചെയ്യുകയാ. ഖിയാമത്ത് നാൾ വരെ കടന്നു വരുന്ന സർവ്വ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എല്ലാ ദിവസവും ദുആ ചെയ്യുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്ക്. സ്വന്തം മക്കള് ചെയ്യുമോ? മരണപ്പെട്ടു പോയ വാപ്പയ്ക്ക് വേണ്ടി 5 വഖത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്ന എത്ര മക്കളാണുള്ളത്? വാപ്പ എന്നാടാ മരിച്ചു പോയതെന്ന് ചോദിച്ചാൽ പടച്ചവനെ, വാപ്പാടെ ആണ്ടുപോലും അറിയാത്ത മക്കളുണ്ട്. വെള്ളിയാഴ്ച പള്ളിയിൽ വന്നാ പോലും പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് പോകാത്തവർ വാപ്പയുടെ ഖബർ എവിടെയെന്ന് ചോദിക്കുമ്പോ പതാ പായിപ്പാട് പള്ളിയുടെ ആ മൂലയിലാണെന്ന് പറയാറല്ലാതെ തന്റെ പിതാവിന്റെ ഖബർ ഏതാണെന്ന് കാണിച്ചു കൊടുക്കാൻ, ആ പിതാവിന്റെ ഖബറിന്റെ ചാരത്തു ചെല്ലാൻ അറിയുന്ന എത്ര മക്കള്? അതുപോലും അറിയാത്ത മക്കളുടെ കാലമല്ലേ? സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി മക്കള് ചെയ്യുന്നില്ല, കൂടപ്പിറപ്പുകൾ ചെയ്യുന്നില്ല, ഭർത്താവിന് വേണ്ടി ഭാര്യ ചെയ്യുന്നില്ല, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് ചെയ്യുന്നില്ല. പക്ഷേ എന്നെയും നിങ്ങളെയും കാണാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 5 വഖത്ത് നമസ്കാരം കഴിയുമ്പോ പടച്ച റബ്ബിനോട് എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുമായിരുന്നു എന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരുമ്പോ, അല്ലാഹുവേ, അതല്ലേ സഹോദരാ സ്നേഹം? അതായിരുന്നു മുത്തുനബി അല്ലാഹുവിന്റെ പ്രവാചകന് നമ്മളോടുള്ള സ്നേഹം. അങ്ങനെയായിരുന്നു. നമ്മൾ സ്വലാത്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, ആ പ്രവാചകന്റെ മൗലിദ് ഓതിയാലും ഓതിയില്ലെങ്കിലും, ആ പ്രവാചകന്റെ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ നബിദിനം ആഘോഷിച്ചാലും ഇല്ലെങ്കിലും, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ മരിച്ചുപോയി ഒന്നും കേൾക്കില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന് നമ്മളെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. നമുക്ക് വേണ്ടി പ്രവാചകൻ 5 വഖത്തും ദുആ ചെയ്യുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വല്ലാത്ത കാരുണ്യമായിരുന്ന പ്രവാചകൻ, വല്ലാത്ത കരുണയുള്ള പ്രവാചകൻ, എല്ലാ പടച്ചവന് വല്ലാത്ത കാരുണ്യമായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ തന്നെ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. ഇന്നഹു, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇന്നഹു ദഅാ റബ്ബഹു വഅഹദാ. മുത്തുനബി അവിടുന്ന് കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, ഞാൻ ആരെയെങ്കിലും ശപിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ആർക്കെങ്കിലും എതിരായി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവേ, നീ അവരെ ശിക്ഷിക്കല്ലേ അല്ലാ. എന്തൊരു സ്നേഹമാണ്! റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഞാൻ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും എതിരായി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവേ, എൻ്റെ ദുആ അവർക്ക് ഐശ്വര്യമാക്കണേ അല്ലാ, അവർക്ക് കാരുണ്യമാക്കണേ അല്ലാ, അവർക്ക് പ്രാർത്ഥനയായി മറിക്കണേ അല്ലാ, അവരുടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കണേ അല്ലാ. നാളെ പരലോകത്ത് നിന്റെ അടുത്ത് വരുമ്പോ
അവർക്ക് നിന്റെ അടുക്കൽ സ്ഥാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഉമ്മത്തിനെ വല്ലാതെ സ്നേഹിച്ച പ്രവാചകനാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ആ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ഒരുമിച്ച് കൂടിയവരെ, ആ പ്രവാചകനോട് നമുക്ക് മഹബ്ബത്ത് വേണ്ടേ? ആ പ്രവാചകനോട് നമുക്ക് സ്നേഹം വേണ്ടേ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രവാചക സ്നേഹം വല്ലാത്തതാണ്. ആ പ്രവാചകനോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താ? അത് പച്ചത്തോരണം കെട്ടലല്ല, അല്ലെങ്കിൽ മൗലിദ് പാരായണം മാത്രമല്ല, അല്ലെങ്കിൽ നബിദിന റാലി മാത്രമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ പ്രവാചകനോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയെന്നറിയുമോ? ജീവിതത്തിൽ 4 കാര്യങ്ങൾ ചെയ്ത് കാണിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകനോട് മഹബ്ബത്തുണ്ടോ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ 4 അടയാളമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പ്രവാചകനോട് സ്നേഹമുണ്ടാകുമെങ്കിൽ ഈ കാണിക്കുന്ന ഓളൊന്നും അല്ല, ഇതൊന്നും വേണ്ട ഇല്ല എന്നല്ലതിനർത്ഥം. തോരണം കെട്ടണ്ടെന്നോ നബിദിന റാലി നടത്തണ്ടെന്നോ അല്ലെങ്കിൽ ഇതുപോലെ മൗലിദ് ഓതണ്ട, ഇതൊന്നുമല്ല. ഇതൊക്കെ പ്രവാചകനോടുള്ള സ്നേഹം, അതൊക്കെ അങ്ങനെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എങ്കിൽ യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല സ്നേഹം. യഥാർത്ഥത്തിൽ പ്രവാചകനോട് ഒരു മനുഷ്യന് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആത്മാർത്ഥമായി എനിക്കോ നിങ്ങൾക്കോ സ്നേഹമുണ്ടെങ്കിൽ, ആ പ്രവാചകന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് 4 നല്ല ഗുണങ്ങൾ ഉണ്ടാകും. അള്ളാഹു ആ ഗുണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുണ്ടെങ്കിൽ നീ നിന്റെ നാവ് കൊണ്ട് പറയുന്നത് സത്യം. ആ 4 ഗുണങ്ങൾ എനിക്കുണ്ടെങ്കിൽ ഈ വഅദ് പറയുന്ന ഞാൻ പറയുന്നത് സത്യമാണ്, എനിക്ക് നബിയെ സ്നേഹമാണെന്ന് ഞാൻ പറയുന്നു. അത് നാവ് കൊണ്ടാണോ ഹൃദയം കൊണ്ടാണോ തിരിച്ചറിയണമെങ്കിൽ 4 അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ്, പ്രവാചകനോട് നിങ്ങൾക്ക് മഹബ്ബത്തുണ്ടോ? സ്നേഹമുണ്ടോ? ഉണ്ടോ? ഉണ്ട്? ഉറപ്പാ? ഉറപ്പാ? എന്തൊക്കെ ക്ഷീണം പോലെ ഉറപ്പാ? പക്ഷെ എന്നാ ഈ 4 കാര്യങ്ങളൊന്ന് കേട്ടിട്ട് തീരുമാനിക്ക്, ഓടണോ ഇരിക്കണോ എന്ന്. ഈ 4 അടയാളങ്ങൾ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം ഉണ്ടോ ഇല്ലയോ എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഴയ കാലഘട്ടങ്ങൾ കുട്ടികൾക്ക് പ്രവാചകനോടുള്ള മഹബ്ബത്തിനെ കുറിച്ച് വാപ്പയും ഉമ്മയും പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. ചെറിയ മക്കൾക്കൊക്കെ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മതി, നാബി വരും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് എന്ന പേര് കേട്ടാൽ തന്നെ ആ നാവിൽ സ്വലാത്ത് വരുമായിരുന്നു. പഴയ കാലഘട്ടങ്ങളിൽ അങ്ങനെയാ. ഇന്ന് ഉമ്മമാരും വാപ്പമാരും ആരാപ്പ കുട്ടികൾക്ക് നബിയുടെ മദ്ഹ് പറഞ്ഞു കൊടുക്കുന്നത്? പണ്ടൊക്കെ ഉമ്മമാര് കുട്ടികളെ ഉറക്കുന്നത് എന്ത് പാടിയിട്ടാ? സിനിമാ ഗാനങ്ങൾ പാടിയിട്ടാ? ആൽബത്തിന്റെ സോങ്ങുകൾ അല്ല. പണ്ടുള്ള മാതാപിതാക്കൾ കുട്ടികളെ ഉറക്കിയിരുന്നത് മൗലിദ് പാരായണം, മൗലിദ് ബൈത്തുകൾ അല്ലേ, അല്ലെങ്കിൽ ബുറുദയുടെ ബൈത്തുകൾ, മുഹിയുദ്ദീൻ മാലകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാ ഉമ്മ കുട്ടികളെ ഉറക്കിയിരുന്നത്. ഇന്നോ? പറ പറ. ഞാൻ ഒറ്റ സംശയം ചോദിക്കട്ടെ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മ ഉറക്കുമ്പോ ഉസ്താദ് പറഞ്ഞ പാടിയതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഉമ്മ ഉറക്കാൻ പാടിയിരുന്ന പാട്ടിതാ. കൊണ്ട് പണി ചെയ്തിടും പാവങ്ങൾ ജോലി കഴിഞ്ഞവർ പോകുമ്പോൾ അവരുടെ കൂലിയുടൻ നൽകാൻ അരുൾ ചെയ്ത റസൂലുള്ളാഹ്. നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനത്തെ പാട്ടാ. ഇതൊക്കെയായിരുന്നു ഉമ്മമാര് ഉറക്കാൻ പോലും പാടിയത്. ഇന്നോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങളുടെ വീട്ടിലെ ആമിന ഏത് പാട്ടാ പാടുന്നതെന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പറ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എങ്കിലും പണ്ടുള്ള കുട്ടികളെ പോലും മാതാപിതാക്കൾ വളർത്തിയിരുന്നത് പ്രവാചകനോടുള്ള മഹബ്ബത്ത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രത്തിൽ കാണാം 2 കുട്ടികളുടെ ചരിത്രം. യുദ്ധക്കളത്തിൽ യുദ്ധം നടന്ന് കൊടുകുമ്പരിയായി കഠിനമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിമീങ്ങളും ശത്രുക്കളും തമ്മിൽ വല്ലാത്ത യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ
രണ്ട് ചെറിയ കുട്ടികൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് യുദ്ധക്കളത്തിൽ കാവല് നിൽക്കുന്ന ഒരു സഹാബിയുടെ ചാരത്ത് വന്നു. ഒരു സഹാബിയുടെ ചാരത്ത് ചരിത്രം പറയുന്നു 10-11 വയസ്സിന്റെ താഴെ പ്രായമുള്ള രണ്ടെണ്ണം ഊരിപ്പിടിച്ച വാളുമായിട്ട് രണാങ്കണത്തിൽ കാവല് നിൽക്കുന്ന സഹാബിയോട് ചോദിച്ചു, മാമ, ഈ അബൂജഹൽ ആരാ? യുദ്ധക്കളത്തിൽ നടക്കുന്നു. ആ കുട്ടികൾ വന്നിട്ട് ചോദിക്കുന്നു, അബൂജഹൽ ആരാ? സഹാബി ചോദിക്കുക, പടച്ചോനെ, എന്തിനാ മക്കളെ നിങ്ങൾ ഇപ്പൊ ഇവിടെ വന്നേ? നിങ്ങൾ എന്തിനാ അബൂജഹലിനെ ചോദിക്കുന്നത്? കൊല്ലാനാ മാമ. ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്ക. നമ്മളിപ്പോ മാമാന്ന് വിളിക്കുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് വേറൊരാളെയാ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതിപ്പോ ഈ അടുത്തൊരു വലിയ ഫിലിം ഇറങ്ങിയതിനൊരു മുട്ടയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ എന്താപ്പാ ചെറുപ്പക്കാരടി വെച്ചാൽ അറിയാം, ഒരു മുട്ട ഇല്ലേ പോസ്റ്ററിലൊക്കെ. അതിന്റെ 2 ഭാഗം ഇറങ്ങിയ ആ ഫിലിം. പലരും അതിന്റെ 2ാമത്തെ എപ്പിസോഡ് ഇറങ്ങിയപ്പോൾ കാണാനൊക്കെ വലിയ തിരക്കായിരുന്നു. എന്തോ ഇത്ര കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് എന്തായതപ്പാ ഷാജിക്ക് ഏതൊക്കെ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. നിങ്ങളൊക്കെ മലക്കുകൾ, ഞാൻ ഉമ്മ പറ്റത്. ബാഹുബലി എന്ന് പറഞ്ഞൊരു ഫിലിം ഇറങ്ങിയപ്പോ മാമാന്ന് പറയുമ്പോ അതാ അല്ലേ അല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാനത് അത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം, കണ്ണവം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ഉറൂസ് തുടങ്ങി കണ്ണവം വെളുമ്പത്ത് മക്കാം. അള്ളാഹു സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അവിടെ ഒരു ഭാഗത്ത് വലിയൊരു കാടുണ്ട്. അവിടെയാണ് ഈ ഫിലിം. ഞാനവിടെ കുട്ടികൾ, നമ്മൾക്ക് ഈ അടുത്ത് ഒരു സയ്യിദ് അവറുകളൊക്കെ കൊല്ലപ്പെട്ട സ്ഥലം അവിടെ, രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകി ഗ്രഹിക്കുമാറാകട്ടെ. എനിക്കറിയാം, ഞാൻ അവിടെ പരിചയമുണ്ട്. ഞാൻ സുൽഫിയൊക്കെ അവിടെ പോയി ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. അവിടെ കുറേ കുട്ടികളൊക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ ഈ 2 കുട്ടികൾ ആ സ്വഹാബിയോട് ചോദിക്കുന്ന, അബൂജഹലിനെ ഒന്ന് കാണിച്ചതാ. എന്തിനാ മക്കളെ? ഓനെ കൊല്ലാനാ. എന്തിനാ മോനെ അബൂജഹലിനെ കൊല്ലണേ? എന്തിനാ നിങ്ങൾ അബൂജഹലിനെ കൊല്ലുന്നേ? ആ കുട്ടികൾ ആ സമയത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനെ ചീത്ത വിളിച്ചവനാണ്, മുത്തുനബിയെ വല്ലാതെ വേദനിപ്പിച്ചവനാണ്, അതുകൊണ്ട് ഞങ്ങൾ അവന്റെ തലയെടുക്കാമെന്നതാണ്. സുബ്ഹാനല്ലാഹ്. ആ സ്വഹാബി പറയുന്നു, എന്റെ കൈകാലുകൾ വിറച്ചുപോയി. ആ പിഞ്ചുമക്കള് ചോദിക്കുന്നത് കേട്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അവസാനം ആ മക്കളുടെ ഈമാൻ കണ്ടിട്ട്, ആ മക്കൾക്ക് പ്രവാചകനോടുള്ള മഹബത്ത് കണ്ടപ്പോ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, മക്കളെ, ആ കുതിരപ്പുറത്ത് വരുന്നവനാണ് അബൂജഹല്. സുബ്ഹാനല്ലാഹ്. അവിടെന്ന് സ്വഹാബി വര്യന് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു പിടിച്ച വാളുമായിട്ട് 2 ചെറിയ കുട്ടികൾ കൂടെ അബൂജഹലിന്റെ മുന്നിലേക്ക് പായുകയാണ്. കുതിരയുടെ മുകളിലിരിക്കുന്ന അബൂജഹലിന്റെ കാലിൽ വിട്ടുകൊണ്ട് അബൂജഹല് കുതിരയുടെ മുകളിൽ നിന്ന് താഴെ വീഴുകയാണ്. റബ്ബേ, ആ ചെറിയ മക്കൾ അബൂജഹലിനെ വെട്ടിയപ്പോ അബൂജഹലിന് വല്ലാത്ത ദേഷ്യം വന്നു. ആ സമയത്ത് പടച്ചവന് ഉറയിൽ കിടന്ന വാള് വലിച്ചൂരിയിട്ട് അബൂജഹലിന്റെ കാലിൽ വെട്ടിയ ആ ചെറിയ മകനുണ്ടല്ലോ, അവന്റെ വലത് കൈയിലേക്ക് ഇട്ട് വെട്ടുകയാണ്. വലത് കൈയങ്ങ് വെട്ടിമുറിക്കുകയാണ്. കയ്യിൽ പിടിച്ചിരുന്ന വാള് താഴെ വീണു. ആ പിഞ്ചുമകന്റെ കൈയുണ്ടല്ലോ, ഒരൽപ്പം തോലിന്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാ. ഇതൊന്നും വെറുതെ സിനിമ കഥയല്ല, ആരെങ്കിലും എഴുതി വെച്ച കഥയല്ല. അബൂജഹൽ കഥ കുഞ്ഞുമകന്റെ കയ്യിലേക്ക് വെട്ടുമ്പോൾ കൈ ഇങ്ങനെ ഒരൽപ്പം തോലിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ആ മകന്റെ കയ്യിൽ നിന്ന് വാള് താഴെ വീണു. ഉടനെ ഇടത് കൈ കൊണ്ട് വാളെടുത്തിട്ട് അബൂജഹലിന്റെ മുന്നിലേക്ക് യുദ്ധത്തിന് വേണ്ടി വാള് വീശുമ്പോ ഈ തൂങ്ങിക്കിടക്കുന്ന കൈ കടന്നിങ്ങനെ ആടുകയാ. യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല. എന്തേ ചെയ്തതെന്നറിയുമോ? ആ കൈ ഇങ്ങനെ മരുഭൂമിയിലേക്ക് താഴ്ത്തി വെച്ചിട്ട് തന്റെ കാലെടുത്ത് ആ കൈയുടെ മുകളിൽ ചവിട്ടിയിട്ട് ആ തൂങ്ങിക്കിടക്കുന്ന കൈ തന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് റബ്ബേ, ആ കയ്യങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ഇടത് കൈയുമായി യുദ്ധത്തിന് തയ്യാറായെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്തിന്റെ പേരിലാ ഈ ചെറിയ കുട്ടികൾ യുദ്ധത്തിന് തയ്യാറായതിന്റെ കാരണം എന്തെന്നറിയുമോ? അബൂജഹൽ അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ വേദനിപ്പിച്ചവനാ, പ്രവാചകനെ വല്ലാതെ കളിയാക്കിയവനാ, അല്ലാഹുവിന്റെ റസൂലിനെ ഭ്രാന്തനെന്ന് വിളിച്ചവനാ. അല്ലാഹുവേ, അതുകൊണ്ടാണ് ഞങ്ങൾ അബൂജഹലിനെ കൊല്ലാൻ തയ്യാറാ
മഹത്തായതെന്ന് ആ ചെറിയ മക്കൾ പറയുമ്പോ അതായിരുന്നു പണ്ടത്തെ വിദ്യാർത്ഥികൾ. ഉമ്മമാര് പ്രവാചക സ്നേഹമാണ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. അതൊരു ഉമ്മയുടെ ബാധ്യതയാണല്ലോ. ആദ്യം അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കണം. പള്ളിയിലെ ഉസ്താദിന്റെ ജോലിയല്ല, ഒരു ഉമ്മയുടെ ജോലിയാണ്. അല്ലാഹ് ആരാണെന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. രണ്ട്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. പണ്ടുള്ള ഉമ്മമാരെങ്ങനായിരുന്നു? അവർക്ക് മുത്തുനബിയെ അറിയാമായിരുന്നു, മുത്തുനബിയുടെ മഹത്വം അറിയാമായിരുന്നു. ആ മുത്തുനബിയെ സ്നേഹിക്കുന്നതിലൂടെ അല്ലാഹുവിന്റെ മുന്നിൽ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് അറിയാമായിരുന്നു. അന്നത്തെ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കൾ അങ്ങനായിരുന്നു. പക്ഷേ ഇന്ന് 40ഉം 50ഉം വയസ്സുള്ള വാപ്പമാര് പോലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുമ്പോൾ ഒന്ന് സ്വലാത്ത് പറയാൻ പോലും മടി കാണിക്കുന്നവരുണ്ടല്ലോ, നാവ് പൊക്കാത്തവരുണ്ടല്ലോ. അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. പ്രവാചകനായിരുന്നു അവർ വലുത്. അല്ലാഹുവേ പടച്ചവനെ, പ്രവാചകനായിരുന്നവർക്ക് ഏറ്റവും വലുത്. അവരുടെ ജീവനേക്കാൾ, അവരുടെ സമ്പത്തിനേക്കാൾ, അവരുടെ മക്കളെക്കാൾ എന്റെ പ്രിയമുള്ളവരെ, അന്നത്തെ പെണ്ണുങ്ങൾ ഈമാനുള്ളവരായിരുന്നു. ഭർത്താവിനെ നന്നാക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചരിത്രം പറയാ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ ഒരു സാലിഹത്തായ പെണ്ണിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താ. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം വീട്ടിലേക്ക് ഓടി വരികയാണ്. തന്റെ വീട്ടിലേക്ക് പ്രിയപ്പെട്ട ഭർത്താവ് തുള്ളിച്ചാടിക്കൊണ്ട് കടന്നു വരുമ്പോ അല്ലാഹുവേ, ഭാര്യ നോക്കുമ്പോ തന്റെ ഭർത്താവ് വല്ലാത്ത സന്തോഷത്തിലാ. അവിടെന്ന് ചോദിക്കുന്നു, ജാബിറേ ഇത്ര സന്തോഷമെന്തേ ജാബിറേ? അവിടെന്ന് പറയുന്നു, പെണ്ണേ അല്ലാഹുവിന്റെ പ്രവാചകൻ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കും. പ്രവാചകന് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. കേട്ട ഉടനെ എന്ത് സന്തോഷമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് വീട്ടിലേക്ക് വരുന്നെന്ന് കേൾക്കുമ്പോ പടച്ചവനെ, ഭാര്യക്കും ഭർത്താവിനും വല്ലാത്ത സന്തോഷമാ. പടച്ചവനെ, പള്ളിയിലെ ഉസ്താദിന് മാസത്തിൽ ഒരിക്കലാണ് പലപ്പോഴും ചെലവ് ഭക്ഷണം കൊടുക്കുന്ന സമയം വരുന്നത്. ചില പള്ളികളിൽ ഉസ്താദന്മാർക്ക് ഭാര്യമാർ പറയാറുണ്ട്, നാളെ നമ്മുടെ വീട്ടിൽ ആ ഉസ്താദിന് ഭക്ഷണം. വലിയ ടെൻഷൻ, വലിയ സന്തോഷം. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം. അപ്പോൾ അവിടെ നിന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഭാര്യയോട് പറഞ്ഞു, നീ പെട്ടെന്ന് മാവൊക്കെ റെഡിയാക്ക്, ചപ്പാത്തി ഉണ്ടാക്ക്. ഓടി ചെന്ന് ഒരു ആടിനെ പിടിച്ചു. ജാബിർ റളിയല്ലാഹു തആല അൻഹു ഒരു ആടിനെ പിടിച്ചു. പെട്ടെന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് ആട്ടിറച്ചി വലിയ ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് കൊണ്ടുപോയി ആടിനെ അറുത്തു കൊണ്ടുവന്നു. ഇറച്ചിയൊക്കെ റെഡിയാക്കി അടുക്കളയിൽ വന്ന് ഭാര്യയും ഭർത്താവും ഇറച്ചിക്കറിയും ചപ്പാത്തിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന് 2 ആൺമക്കളാ ഉള്ളേ, 2 ആൺകുട്ടികളുണ്ട്. ആ സമയത്ത് ഇവർ രണ്ടുപേരും ഇങ്ങനെ പുറത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജ്യേഷ്ഠൻ അനുജനോട് ചോദിച്ചു, രണ്ടുപേരും ചെറിയ കുട്ടികളാ. അവിടെ നിന്ന് ജ്യേഷ്ഠൻ അനുജനോട് ചോദിച്ചു, മോനെ, വാപ്പ ആടിനെ അറുക്കുന്നത് നീ കണ്ടോ? വാപ്പ ആടിനെ അറുക്കുന്നത് നീ കണ്ടോ? അനുജൻ പറഞ്ഞു, ഞാൻ കണ്ടില്ല. എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ. വാപ്പ ആടിനെ അറുത്തത് എങ്ങനെയാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവും വീടിന്റെ അകത്തിരുന്ന മുത്തുനബിക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഈ 2 മക്കളും കൂടെ ആടിനെ അറുത്തത് എങ്ങനെയാണെന്ന് ജ്യേഷ്ഠൻ അനുജന് കാണിച്ചു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പ ആടിന്റെ കാല് കെട്ടിയതുപോലെ ഈ മൂത്ത മകൻ അനുജന്റെ കാലും കയ്യൊക്കെ കെട്ടി. അല്ലാഹുവേ പടച്ചവനെ, എന്നിട്ട് ആടിനെ പിടിച്ച് കിടത്തിയതുപോലെ എന്റെ പൊന്നാര അനുജനെ പിടിച്ച് കിടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്.
ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂത്ത മകനുണ്ടല്ലോ, വാപ്പാടിന് അറുത്ത കത്തിയെടുത്ത് കൊണ്ടുവരികയാണ്. അവിടെ നിന്ന് കത്തിയെടുത്ത് കൊണ്ടുവന്നു. വാപ്പാടിന്റെ തലയിൽ കത്തിവെച്ചറുത്തതുപോലെ തന്റെ അനുജന്റെ കഴുത്തിൽ കത്തിവെച്ചറുക്കുകയാ. തന്റെ കടിജന്റെ കഴുത്തങ്ങ് മുറിഞ്ഞിട്ട് രക്തമങ്ങൊഴുകുകയാണ്. പടച്ചവരേ, തന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്നുകൊണ്ട് തന്റെ കൂടപ്പറപ്പ് പിടയുകയാണ്. ഒന്ന് കരയാൻ പോലും കഴിയാതെ പടച്ചവനെ ആ പിഞ്ചുമകൻ അവിടെ കിടന്ന് ഭരിക്കുകയാണ്. കഴുത്ത് മുറിച്ചിട്ട് അവിടെ കിടന്ന് മരിക്കുമ്പോ, ജീവന് വേണ്ടി കിടന്ന് പിടയുമ്പോ, ആ പൊന്നുമകന് രക്തം കണ്ടപ്പോ വല്ലാത്ത ഭയമായി, പേടിച്ച് വിറച്ചു പോയി ഓടുകയാണ്. പടച്ചവനെ, ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂത്ത മകൻ അവിടെ നിന്ന് ഓടുകയാ. അതാ ഉയരമുള്ള സ്ഥലത്തേക്ക് പേടിച്ച് വിറച്ചുകൊണ്ട് ഓടിക്കേറുമ്പോ കാല് തെറ്റിയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. റബ്ബേ, തല വന്നിട്ട് കല്ലിലടിക്കുകയാണ്. തല വന്ന് കല്ലിലടിച്ചു. റബ്ബേ, തലയങ്ങ് പൊട്ടുകയാണ്. പടച്ചവനെ, ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മൂത്ത മകനുണ്ടല്ലോ, പടച്ചവനെ, അവിടെ കിടന്ന് രക്തമതാ തല പൊട്ടി ഒഴുകാൻ തുടങ്ങി. ആ മകനും അവിടെ കിടന്നങ്ങ് മരണപ്പെടുകയാ. ഭാര്യയും ഭർത്താവും കൂടെ അടുക്കളയിലിരുന്ന് മുത്തുനബിക്ക് കൊടുക്കാറ് ഇറച്ചിക്കറിയും ചപ്പാത്തിയും ഉണ്ടാക്കുകയാണ്. രണ്ട് മക്കള് വീടിന്റെ വെളിയിലും മരിച്ചു കിടക്കുകയാ. മാതാപിതാക്കൾ അറിഞ്ഞിട്ടില്ല, രണ്ടുപേരും അറിഞ്ഞിട്ടില്ല. അവസാനം എണ്ണ തീർന്നപ്പോ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, എണ്ണ വാങ്ങുന്നതിന് വേണ്ടി വീടിന്റെ വെളിയിലിറങ്ങുകയാണ്. വീടിന്റെ വെളിയിലിറങ്ങിയിട്ട് പടച്ചവനെ, എണ്ണ വാങ്ങുന്നതിന് വേണ്ടി വെളിയിലേക്ക് ചെല്ലുമ്പോ കാണുന്ന കാഴ്ച എന്താ? തന്റെ പ്രിയപ്പെട്ട രണ്ടാമത്തെ മകനുണ്ടല്ലോ, അല്ലാഹുവേ, കഴുത്ത് മുറിഞ്ഞ രക്തത്തിൽ കുളിച്ചും മരിച്ചു കിടക്കുകയാ. പടച്ചവരെ, തന്റെ പൊന്നാര മകൻ മരിച്ചു കിടക്കുകയാണ്. പടച്ചവരെ, ഉമ്മയാ കാഴ്ച കാണുന്ന രംഗമെന്ന് ചിന്തിച്ചു നോക്കൂ. പടച്ചവരെ, തന്റെ പൊന്നാര മകന്റെ മയ്യത്തിന്റെ മുന്നിൽ ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയങ്ങ് പിടഞ്ഞു വീഴുകയാ. കണ്ണീരങ്ങൊഴുകാൻ തുടങ്ങി. ശബ്ദം പോലും വെളിയിൽ വരുന്നില്ല. പടച്ചവനെ, അവിടെ ഇരുന്ന് കരയുകയാണ്. അവിടെ ഇരുന്ന് കരയുകയാണ്. പടച്ചവനെ, കുറച്ച് കഴിയുമ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, മുത്തുനബി ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്ന ദിവസമാ. അല്ലാഹുവിന്റെ പ്രവാചകന് ഇന്ന് ഈ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരികയാണ്. പടച്ചവനെ, എന്റെ മകൻ മരിച്ച വാർത്തയെങ്ങാടും എന്റെ ഭർത്താവ് അറിഞ്ഞാ മനസ്സു വേദനിക്കുമല്ലോ. ഇന്ന് ഈ വീട് മരണ വീടാകുമല്ലോ. റസൂലുള്ളാഹിയുടെ മനസ്സ് വേദനിക്കുമല്ലോ. പടച്ചവനെ, ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അല്ലാഹുവേ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നെന്ത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ വാരിയെടുക്കുകയാണ്. വീടിന്റെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി കിടത്തുകയാണ്. അവിടെ നിന്ന് പടച്ചവനെ മറച്ചു വെക്കുകയാ. അവിടെ നിന്ന് മറച്ചിടുകയാണ്. എന്നിട്ട് മുന്നോട്ട് കരഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോ തന്റെ മൂത്ത മകനെ തല പൊട്ടിയിട്ട് മരിച്ചു കിടക്കുകയാണ്. രണ്ടാമത്തെ മകനും 2 മക്കളും മരിച്ചു. പടച്ചവനെ, മക്കളെ എടുത്തു കൊണ്ടുവന്നിട്ട് വീടിന്റെ ഒരു സൈഡിൽ കൊണ്ടുവന്നു മറച്ചു വെച്ചിരിക്കുകയാ. എന്നിട്ട് റബ്ബേ, എണ്ണയും പേടിച്ചുകൊണ്ട് വീടിന്റെ അകത്ത് കടന്നു ചെല്ലുമ്പോ ജാബിർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്ന, പെണ്ണേ, എന്തേ നീ വല്ലാതിരിക്കുന്നത്? നിന്റെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ, കണ്ണ് നിറയുന്നല്ലോ. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ അടുക്കളയിൽ ഇരുന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുക്കാറ്. അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുമ്പോ കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്ന, തീയുടെ ചുവട്ടിലിരുന്നിട്ട് കണ്ണ് നിറഞ്ഞു പോയതാ. അല്ലാഹുവേ, പടച്ചവനെ, ഭക്ഷണമുണ്ടാക്കി അതാ നോക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ നടന്നു വരികയാ.
ലോകത്തിന്റെ നേതാവ് വീട്ടിലേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹി തങ്ങളെ കടന്നു വരികയാണ്. പ്രവാചകൻ ഇങ്ങനെ നടന്നു വരുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. യാ റസൂലല്ലാഹ്, ജാബിറിന്റെ വീട്ടിൽ പോകുമ്പോ കഴിക്കാൻ ഭക്ഷണം എടുത്തു വെക്കുമ്പോ ഒറ്റയ്ക്ക് തിന്നല്ലേ നബിയേ, ഒറ്റയ്ക്ക് കഴിക്കല്ലേ നബിയേ. ജാബിറിന്റെ 2 മക്കളുണ്ട്, ആ മക്കളെ കൂടെ വിളിച്ചിരുത്തിയട്ടെ കഴിക്കാവോ? തങ്ങളോട് വരുന്ന വഴിയിൽ തന്നെ ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുത്തു. അവിടെ പോയി ഭക്ഷണം കഴിക്കുമ്പോ 2 മക്കളുണ്ട്, അവരെ കൂടെ വിളിച്ചിരുത്തിയട്ടെ കഴിക്കാൻ പാടുള്ളൂ. അള്ളാന്റെ റസൂല് വന്നു. ജാബിർ റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി ചെല്ലുകയാണ്. അവിടെ നിന്ന് സലാം അടക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ വീടിന്റെ അകത്തേക്ക് സ്വീകരിക്കുകയാണ്. അള്ളാഹുവേ, ജാബിർ തങ്ങളുടെ ഭാര്യ ഭക്ഷണം എടുത്തു കൊടുത്തു. ജാബിർ തങ്ങളെ റസൂലുള്ളാഹിയുടെ മുന്നിൽ കൊണ്ടുവച്ചോ. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നു, ജാബിറേ, മക്കളെവിടെ ജാബിറേ, നിന്റെ മക്കളെവിടെ ജാബിറേ, മക്കളെ വിളിക്കു ജാബിറേ. ജാബിർ റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നു, പെണ്ണേ മക്കളെ വിളിക്കൂ, പെണ്ണേ മക്കളെ വിളിക്ക്. പടച്ചവനെ, എങ്ങനെയാ തന്റെ ഭർത്താവിനോട് പറയുന്നത്? അതാ മക്കളെ വിളിക്കാൻ പറഞ്ഞപ്പോ പെണ്ണ് ഭർത്താവിനോട് പറയുകയാണ്, ജാബിർ തങ്ങളോട് പറ, അവര് പുറത്തു നിന്ന് കളിക്കുകയാ. ഭർത്താവിനോട് പറയുന്ന റസൂലുള്ളാഹിയോട് ഭക്ഷണം കഴിക്കാൻ പറ, മുത്തുനബിയോട് ഭക്ഷണം കഴിക്കാൻ പറ. റസൂലുള്ളാഹി പിന്നെയും ചോദിച്ചു, ജാബിറേ മക്കളെവിടെ? ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ നമ്മുടെ മക്കളെ വിളിക്ക്, പെണ്ണേ നമ്മുടെ മക്കളെ വിളിക്ക്. അപ്പോഴും ഭാര്യ പറഞ്ഞു, ജാബിറേ മുത്തുനബിയോട് ഭക്ഷണം കഴിക്കാൻ പറ. മൂന്നാമതും അവിടെ നിന്ന് പറയുന്നു, ജാബിറേ മക്കളെ വിളിക്കാ. റസൂലുള്ളാഹി പറയുമ്പോ എത്ര പറഞ്ഞിട്ടും തന്റെ ഭർത്താവ് പറഞ്ഞിട്ട് ഭാര്യ അനുസരിക്കാതെ വന്നപ്പോ ജാബിർ തങ്ങൾക്ക് ദേഷ്യമായി വീടിന്റെ പുറകിലേക്ക് വന്നിട്ട് പെണ്ണിനോട് തന്റെ പ്രിയപ്പെട്ടവളോട് ചോദിക്കുന്നു, പെണ്ണ് അള്ളാന്റെ റസൂലിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാറ്, പ്രവാചകന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ എന്റെ മക്കൾക്ക് അവസരം കിട്ടുമ്പോ എന്തേ നീ എന്റെ മക്കളെ വിടാത്തത്? എന്തേ? എല്ലാരും ആഗ്രഹിക്കുമല്ലോ അള്ളാന്റെ റസൂലിന്റെ കൂടെ ഇരുന്നൊന്ന് ഭക്ഷണം കഴിക്കാ, മുത്തുനബിയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ എന്റെ മക്കളെ പ്രവാചകം വിളിക്കുമ്പോ എന്തേ അനുവദിക്കാത്തതെന്ന് ചോദിക്കുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിക്കുകയാ. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ പിടിച്ച് വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയി പുതച്ചിട്ടിരിക്കുന്ന ആ പുതപ്പൊന്നു മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, മരിച്ച് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന 2 പിഞ്ചുമക്കളെ കണ്ടപ്പോ ജാബിർ റളിയല്ലാഹു തആല അൻഹു തളർന്നങ്ങ് വീഴുകയാണ്. റബ്ബേ, തന്റെ പൊന്നാര മക്കളുടെ മയ്യത്തിന്റെ ചാരത്തിരുന്ന് കരയുകയാ. തന്റെ മക്കളുടെ ചാരത്തിരുന്ന് കരയുമ്പോ ഭർത്താവിന്റെ കരച്ചില് മാറ്റിയ ഒരു ഭാര്യയുടെ കഥ പറയാ. ഭർത്താവിന്റെ കരച്ചില് മാറ്റിയ ഒരു സാലിഹത്തായ പെണ്ണിന്റെ ചരിത്രമാണ്. സ്വന്തം മക്കള് മരിച്ചു കിടക്കുമ്പോ ആ മയ്യത്തിന്റെ ചാരത്തിരുന്ന് കരയുന്ന ഭർത്താവിനോട് ഭാര്യ വിളിക്കുന്നു, ജാബിറേ കരയല്ലേ ജാബിറേ, ഇതല്ലാഹുവിന്റെ പരീക്ഷണമാ. ക്ഷമിക്കാൻ പറയുമ്പോ ജാബിർ തങ്ങൾ പിന്നെയും ഇരുന്ന് കരയുകയാണ്. തന്റെ ഭർത്താവ് കരച്ചല് നിർത്താതെ വരുമ്പോ അല്ലാഹുവേ, ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയുണ്ടല്ലോ, അവിടെ നിന്ന് വിളിക്കുന്നു, ജാബിറേ വീടിന്റെ അകത്തിരിക്കുന്നതാരെന്നറിയുമോ? ഭക്ഷണത്തിന്റെ മുന്നിൽ ഇരിക്കുന്നതാരെന്നറിയുമോ? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വീടിന്റെ അകത്ത് ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുന്നത്. വീടിന്റെ അകത്ത് ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനാ. ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? വാപ്പയെക്കാല്, ഉമ്മയെക്കാല്, ഭാര്യയെക്കാല്, മക്കളെക്കാല്, സ്വന്തം
ജീവനക്കാൽ സ്നേഹിക്കേണ്ട പ്രവാചകനാണ് ഭക്ഷണത്തിന്റെ മുന്നിലിരിക്കുന്നത്. മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണോ? മക്കളുടെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് കരയുകയാണോ? എഴുന്നേക്ക് ജാബിർ, എഴുന്നേക്ക് ജാബിർ. അല്ലാഹു നമുക്ക് പ്രതിഫലം തരും, അല്ലാഹു നമുക്ക് പ്രതിഫലം തരും. കണ്ണീര് തുടച്ചുകൊണ്ട് മുത്തുനബിയുടെ ചാരത്ത് ചെന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്ക്. ഒരു സാലികത്തായ പെണ്ണ് പറന്നു കൊടുക്കുകയാ, ഒരു സാലികത്തായ പെണ്ണ് പറന്നു കൊടുക്കുകയാ. ജാബിർ റളിയല്ലാഹു തആല കണ്ടടങ്ങൾ തുടച്ചുകൊണ്ട് അല്ലാഹുവേ വീടിന്റെ അകത്തേക്ക് കടന്നു പോവുകയാണ്. എന്നിട്ട് മുത്തുനബിയുടെ ചാരത്ത് ചെല്ലുമ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നു, ജാബിറേ മക്കളെവിടെ ജാബിറ്, മക്കളെവിടെ ജാബിറ്, മക്കൾക്ക് എന്തു പറ്റി ജാബിറ്? അല്ലാഹുവിന്റെ പ്രവാചകനോട് കള്ളം പറയാൻ പറ്റാത്തത് കാരണം എങ്ങനെ റസൂലുള്ളാഹിയോട് പറയാനാ? എന്റെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് പൊട്ടിക്കരയുകയാ. മുത്തുനബിയോട് അവിടുന്ന് സംഭവം പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോ രണ്ട് മക്കളും വീടിന്റെ വെളിയിലും മരിച്ചു കിടക്കുമ്പോ ആ മക്കളുടെ മയ്യത്തിന്റെ ചാരത്തിരുന്ന് കരയുന്ന ഭർത്താവിനോട് പറയുകയാ, മരണവാർത്ത പറയരുത്, പറഞ്ഞ പ്രവാചകന്റെ മനസ്സു വേദനിക്കും, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പറയാ. എഴുന്നേറ്റ് പോയി മുത്തുനബിക്ക് ഭക്ഷണം എടുത്തു കൊടുക്ക്. മക്കളെക്കാൾ സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കേണ്ട പ്രവാചകനാണ് വീടിന്റെ അകത്തിരിക്കുന്നതെന്ന് ജാബിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അന്നത്തെ പെണ്ണുങ്ങൾ അങ്ങനെ ആയിരുന്നു. അന്നവരെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് പ്രവാചക സ്നേഹമാ. തന്റെ ഭർത്താവിന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് അവർ നുകർന്നു കൊടുത്തത് മുത്തുനബിയോടുള്ള മഹബ്ബത്താ. അതുകൊണ്ടാണ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി പോകുമ്പോ അല്ലാഹുവേ അവരെ കരഞ്ഞില്ല. വാളും പരിചയമെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് റസൂലുള്ളാഹിയുടെ പുറകിൽ പറഞ്ഞു വിട്ടത് അല്ലാഹുവേ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ആ പ്രവാചകനോടുള്ള മഹബ്ബത്ത് കടന്നു വരട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. ആയിഷ ബീബി പടച്ചവനെ പൊട്ടിക്കരയുകയാ. തലവേദനയാണെന്ന് പറഞ്ഞ് ആയിഷ ബീബി കരയുമ്പോ റസൂലുള്ളാഹി തങ്ങള് പറഞ്ഞു, കരയണ്ട ആയിഷ, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് നീ മരിച്ചു പോകുന്നതെങ്കിലോ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്റെ കഫം ഞാൻ പൊതിയും, നിനക്ക് വേണ്ടി എന്റെ കൈകൊണ്ട് കബർ കുഴിക്കും, എന്നിട്ട് എന്റെ കൈകൊണ്ട് നിന്നെ ഞാൻ ഖബറിൽ ഇറക്കി വെക്കും. റസൂലുള്ളാഹി പറയുകയാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത് അവിടെയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവിടെയല്ലേ നിർത്തിയേ? റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, പ്രവാചകന് തലവേദനയാണ്, വീട്ടിലേക്ക് കടന്നു വന്നു. ആ സമയത്താണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തലവേദന എടുത്ത് വീടിന്റെ അകത്ത് കിടക്കുന്നത്. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, ഈ തലവേദന വന്ന് നീ മരണപ്പെട്ട നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്നെ ഞാൻ കഫം പൊതിയും, നിനക്ക് വേണ്ടി നിന്നെ ഞാൻ മയ്യത്ത് നമസ്കരിക്കും, എന്റെ കൈ കൊണ്ട് ഖബർ കുഴിച്ച് നിന്നെ ഖബറിന്റെ അകത്ത് ഞാൻ ഖബറടക്കും. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇത് കേട്ടപ്പോൾ അങ്ങോട്ട് സഹിച്ചില്ല. അവിടെ നിന്ന് ചോദിച്ചു, നബിയെ ഇപ്പൊ അങ്ങനെ വേണ്ട, ഇപ്പൊ അങ്ങനെ വേണ്ട. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഭാര്യയുടെ മനസ്സറിയണമല്ലോ, തന്റെ ഭാര്യയുടെ മനസ്സറിയണമല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, എനിക്കും വല്ലാതെ തലവേദനിക്കുന്നു ആയിഷ, എനിക്കും വല്ലാതെ തലവേദനിക്കുന്നു ആയിഷ. ഈ തലവേദന കാരണം ഞാനെങ്ങാനും മരിച്ചുപോയാൽ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഈ തലവേദന കാരണം ഞാനങ്ങ് മരിച്ചുപോയാ നീ എന്ത് ചെയ്യും ആയിഷ? ആയിഷയുടെ പ്രതികരണം അറിയാൻ, ആയിഷ ബീവിയുടെ മറുപടി കേൾക്കാൻ അതുവരെ പ്രവാചകൻ പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ടിരുന്ന ആയിഷ റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, ഞാനെങ്ങാനും മരിച്ചുപോയാ നീ എന്ത് ചെയ്യും? റസൂലുള്ളാഹിയുടെ വാപത്തി പിടിക്കുകയാണ്. മുത്തുനബിയുടെ വാപത്തി പിടിച്ചിട്ട് പറയുന്നു, നബിയേ, തമാ
തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ലേ നബിയേ, തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ലേ നബിയേ. അത് താങ്ങാൻ കഴിയാത്തതാണ്. ആയിഷ ബീവിക്കത് താങ്ങാൻ കഴിയാത്ത കാര്യമാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് സൂചനകൾ കൊടുത്തു തുടങ്ങി. അള്ളാഹുവിന്റെ റസൂലിന് പനി പിടിച്ചു. രോഗങ്ങൾ അള്ളാഹുവേ ഓരോ ദിവസം കഴിയുമ്പോഴും രോഗം കൂടുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ജന്നത്തുൽ മുഅല്ലയിലേക്ക് കടന്നുപോയി. കുടുംബക്കാരോട് മുഴുവനും പോയി യാത്ര പറഞ്ഞു. എല്ലാവരോട് സലാം പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകന് തിരിച്ചു വന്നു. ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നുപോയി. എല്ലാവരോടും യാത്ര പറഞ്ഞു. തന്റെ ഭാര്യമാരോട്, തന്റെ മക്കളോട്, മരണപ്പെട്ടവരുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്നു ദുആ ചെയ്തു. ഓരോ ദിവസം കഴിയുമ്പോഴും പ്രവാചകന് രോഗം ഇങ്ങനെ കൂടുകയാണ്. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം ഇങ്ങനെ കൂടാൻ തുടങ്ങി. പല സൂചനകളും, മരണത്തിന്റെ സൂചനകൾ അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കാൻ തുടങ്ങി. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം കൂടിയിട്ട് എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയായി. അല്ലാഹുവേ, അതാ ബാങ്ക് വിളിച്ചു കഴിയുമ്പോ ഒരു ദിവസം രോഗം പിടിച്ച് കിടക്കുന്ന പ്രവാചകന്റെ വീടിന്റെ മുന്നില് ഇഖാമത്തിന്റെ സമയമെത്തുമ്പോ ബിലാൽ തങ്ങൾ വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇഖാമത്ത് കൊടുക്കാൻ സമയമായി, നമസ്കാരത്തിന് സമയമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ബിലാലേ, എനിക്ക് സുഖമില്ല ബിലാലേ, അബൂബക്കർ സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. അല്ലാഹുവിന്റെ റസൂല് രോഗം പിടിച്ച് കിടക്കുകയാണ്. അവിടെ നിന്ന് എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. പനി വല്ലാതെ കൂടി. റസൂലുള്ളാഹിന് വല്ലാത്ത ശരീരവേദനയായി. എഴുന്നേക്കാൻ കഴിയാതെ കിടക്കുമ്പോ ബിലാൽ തങ്ങൾ വീടിന്റെ മുന്നിൽ വന്ന് വിളിക്കുന്നു, നബിയേ, നമസ്കാരത്തിന് സമയമായി. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞു, ബിലാലേ, അബൂബക്കറിനോട് നിസ്കരിക്കാൻ പറ, സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. പടച്ചവനെ, പ്രവാചകൻ ഇത് പറഞ്ഞു കഴിയുമ്പോ മസ്ജിദുൻ നബവിക്കകത്തൊരു കരച്ചിൽ കേൾക്കുകയാ. അല്ലാഹുവേ, ബിലാൽ തങ്ങളെ നിലവിളിക്കുകയാണ്. സ്വഹാബത്ത് ചോദിക്കുന്നു, എന്തേ ബിലാലേ, റസൂലുള്ളാഹിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല, അബൂബക്കർ തങ്ങളോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് പറഞ്ഞു കഴിയുമ്പോ മസ്ജിദുൻ നബവിക്കകത്ത് സഹാബത്തിന്റെ കൂട്ടക്കരച്ചിലാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ആയിഷ, എന്തേ ശബ്ദം കേൾക്കുന്നത്? അങ്ങ് നമസ്കരിക്കാൻ പോകാത്തത് കാരണം സ്വഹാബത്ത് കിടന്ന് കരയുകയാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ദുആ ചെയ്യുകയാണ്, റബ്ബേ, എനിക്ക് പോകാനുള്ള ആഫിയത്ത് തരണേ അല്ലാ. അവിടുന്ന് ദുആ ചെയ്തു. ചെറുതായിട്ട് പനിയൊന്ന് കുറഞ്ഞു, അവിടുത്തെ രോഗമൊന്ന് കുറഞ്ഞു. റസൂലുള്ളാഹി തങ്ങള് അലി റളിയല്ലാഹു തആല അൻഹു രണ്ട് സ്വഹാബികളുടെ കഴുത്തിൽ ഇങ്ങനെ കൈവെക്കുകയാണ്. എന്നിട്ട് നടക്കാൻ കഴിയാതെ കാലിങ്ങനെ തറയിലൂടെ വലിച്ചാട് ഇഴഞ്ഞിഴഞ്ഞാണ് കൊണ്ടുപോയത്. റസൂലുള്ളാഹി തങ്ങള് മസ്ജിദുൻ നബവിയുടെ മിഹ്റാബിന്റെ പടിയിലിരുന്നു. പ്രവാചകന് മുകളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. ആ പടിയിലിരുന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. അവിടുന്ന് പ്രവാചകൻ ചില ഉപദേശങ്ങൾ കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഹ്റാബിൽ കയറി ഇരുന്നിട്ട് ചില ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മുന്നിലേക്ക് മാറ്റിവെക്കരുത്, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, സഹാബ, ഞാൻ നിങ്ങളെ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെയെങ്കിലും ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, അള്ളാഹുവിന്റെ മുന്നിലേക്ക് മാറ്റിവെക്കരുത്. പ്രവാചകൻ പൊരുത്തം ചോദിക്കുകയാ. ആർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും സാമ്പത്തികമായി വല്ലതും തരാനുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ ചോദിച്ചു വാങ്ങണം. ഞാൻ നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ഉപദ്രവിക്കണമെങ്കിൽ തിരിച്ചുപദ്രവിക്കാം. ഞാൻ നിങ്ങൾ ആരെങ്കിലും തല്ലുകയോ പിടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തല്ലണമെങ്കിൽ തല്ലി തീർക്കാം. ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വഹാബത്തിനോട് പൊരുത്തം ചോദിച്ചു.
എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അതത്ര സഹിക്കാൻ കഴിഞ്ഞില്ല സഹാബത്തിന്. ഒരുപാട് ചരിത്രങ്ങൾ ആ സമയത്തുണ്ട്. പക്ഷെ നമ്മൾ ആ സമയം, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടുന്ന് പൊരുത്തം ചോദിച്ചു. സഹാബത്ത് എല്ലാവരും വല്ലാത്ത വേദനയിലായി. നബിയെ, ഞങ്ങൾ അങ്ങയോട് തിരിച്ചു ചെയ്യാനോ നബിയെ? എൻ്റെ പ്രിയപ്പെട്ടവർ, അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് റൂമിൻ്റെ അകത്തേക്ക് കടന്നുപോയി. ദിവസങ്ങൾ കഴിയും തോറും ഏകദേശം 17 വഖത്തുകളോളം പ്രവാചകൻ നമസ്കരിക്കാൻ കഴിയാതെയായി. മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് മാറ്റിവെക്കരുത്, എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു. സഹാബ, ഞാൻ നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെയെങ്കിലും ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് മാറ്റിവെക്കരുത്. പ്രവാചകൻ പൊരുത്തം ചോദിക്കുകയാ. ആർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും സാമ്പത്തികമായി വല്ലതും തരാനുണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾ ചോദിച്ചു വാങ്ങണം. ഞാൻ നിങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ഉപദ്രവിക്കണമെങ്കിൽ തിരിച്ചുപദ്രവിക്കാം. ഞാൻ നിങ്ങൾ ആരെങ്കിലും തല്ലുകയോ പിടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, തല്ലണമെങ്കിൽ തല്ലി തീർക്കാം. ഇല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണം. അള്ളാഹുവിൻ്റെ പ്രവാചകന് സ്വഹാബത്തിനോട് പൊരുത്തം ചോദിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അതത്ര സഹിക്കാൻ കഴിഞ്ഞില്ല സഹാബത്തിന്. ഒരുപാട് ചരിത്രങ്ങൾ ആ സമയത്തുണ്ട്. പക്ഷെ നമ്മൾ ആ സമയം, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ അവിടുന്ന് പൊരുത്തം ചോദിച്ചു. സഹാബത്ത് എല്ലാവരും വല്ലാത്ത വേദനയിലായി. നബിയെ, ഞങ്ങൾ അങ്ങയോട് തിരിച്ചു ചെയ്യാനോ നബിയെ? എൻ്റെ പ്രിയപ്പെട്ടവർ, അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് റൂമിൻ്റെ അകത്തേക്ക് കടന്നുപോയി. ദിവസങ്ങൾ കഴിയും തോറും ഏകദേശം 17 വഖത്തുകളോളം പ്രവാചകൻ നമസ്കരിക്കാൻ കഴിയാതെയായി.